17-ാം തീയതി രാവിലെ യോഗമുണ്ട്. യോഗത്തിൽ കൂടി ആലോചിച്ചാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത്. ഇ പി ജയരാജന്റെ രാജി കൊണ്ട് പ്രശ്നം തീരുമോ? മറ്റ് നേതാക്കൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ അടക്കം ബന്ധുക്കൾക്ക് നിയമനം നൽകിയെന്നുള്ള ആരോപണം വളരെ ശക്തമാണ്. എല്ലാം ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ഇപ്പം പറഞ്ഞ UDFന്റെ കാലത്ത് അതുകൂടി അന്വേഷിക്കണമെന്നാണ്. ഞങ്ങൾ സ്വാഗതം ചെയ്യുക, നടക്കട്ടെ, എല്ലാം അറിയട്ടെ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു തുറന്ന മനസ്സോടുകൂടി അന്വേഷിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, ഈ ഇ പി ജയരാജൻ്റെ രാജി ഏതാണ്ട് ആദ്യത്തെ സംഭവമാണ്. ഈ കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞുകൂടെ? ശ്രീ ഗണേഷ് കുമാർ രാജിവെച്ചതല്ലേ? ഒരു കേസ് ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ കോടതിയുടെ ആവശ്യമൊന്നും പരിഗണിച്ചുകൊണ്ടല്ല, ഉണ്ടെന്നറിഞ്ഞപ്പോൾ അത് ചെയ്തു. ശ്രീ KP വിശ്വനാഥൻ, അദ്ദേഹം ഹൈക്കോടതിയുടെ ഒരു പരാമർശം വന്നപ്പോഴാണ് KP വിശ്വനാഥൻ രാജിവെച്ചത്. എന്നിട്ട് ആ പരാമർശനത്തിൽ നിന്ന് ശ്രീ വിശ്വനാഥനെ ഒഴിവാക്കുകയും ചെയ്തു. ശ്രീ വിശ്വനാഥൻ അതിന് അർഹനല്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ വിധി വരുന്നത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനവും കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാണ് വന്നത് എന്ന് മാത്രം. ശ്രീ K. ബാബുവിൻ്റെ കാര്യം പറഞ്ഞു. ബാബുവിൻ്റെ രാജി അന്നത്തെ മുഖ്യമന്ത്രി മേടിച്ച് കൈ വെച്ചു, പിന്നെ രാജി കത്ത് തിരിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. എന്താ കാര്യം? ഒരു കോടതി ബാബുവിനെതിരായിട്ട് ഒരു കേസ് അന്വേഷിക്കാനായിട്ട് പറഞ്ഞു. അന്ന് ആ ദിവസം ആരും പറയാതെ തന്നെ ശ്രീ ബാബു, ഞാൻ രാജിവെക്കുകയാണ്, ഈ സാഹചര്യത്തിൽ ഞാൻ ഒഴിയുകയെന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ രാജിക്കത്ത് തരികയും അദ്ദേഹം എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകുന്ന തയ്യാറായി. പക്ഷെ അടുത്ത ദിവസം ഹൈക്കോടതി ആ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തു. ആ സ്റ്റേ ഇന്നും നിൽക്കുക. ഇപ്പോൾ മന്ത്രിസ്ഥാനത്തിൻ്റെ കാലാവധി കഴിഞ്ഞു, പിന്നെയും സമയം വളരെയധികം കഴിഞ്ഞു. ഇപ്പോഴും ബാബുവിനെതിരായിട്ട് കേസ് അന്വേഷിക്കാൻ പറഞ്ഞ ആ സ്റ്റേ ഇന്നും നിലനിൽക്കുക. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചോണ്ട് ഇതിൻ്റെ ഈ ജാള്യത മറയ്ക്കാൻ വേണ്ടി പറയുന്നതിനകത്തൊരു കാര്യവുമില്ല. ഇത് അഴിമതി ആരോപണവും രണ്ടും രണ്ടാണ്. ഇത് അഴിമതി, സ്വജനപക്ഷപാതം ശ്രീ ജയരാജന് പോലും ബോധ്യപ്പെട്ടു. അദ്ദേഹം തെറ്റ് സമ്മതിച്ചു എന്നാണ് ശ്രീ കോടിയേരി പറഞ്ഞത്. അവരുടെ പാർട്ടിക്ക് ബോധ്യപ്പെട്ടു, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതും ആരെങ്കിലും ഒരാരോപണം, പ്രത്യേകിച്ച് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ പറയുന്ന ആരോപണവും ഇതുപോലതും ഒന്നായിട്ട് കാണാൻ ഒക്കത്തില്ല. അപ്പോൾ അസിസ്റ്റ് പാർട്ടിക്ക് ബന്ധു നിയമനം കൊണ്ടുണ്ടായ ആ വലിയ മാനക്കേട് മറയ്ക്കാൻ വേണ്ടി UDFന്റെ തലയിലേക്ക് വെക്കാനാണ് ശ്രമിക്കുന്നത്. അത് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടാണ് എന്ന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ബന്ധു നിയമനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്.